ഫസ്റ്റ് ലോക കേരള സഭയാണ് നമ്മളെ കമ്പനി ഫോം ചെയ്തത്. പ്രവാസികളുടെ ആവശ്യമായിരുന്നു ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും എന്നുള്ളത്. ഒരു വേ എങ്ങനെയാണെന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതാണ് പൊതുവേ കേൾക്കുക. അപ്പോൾ അതിനൊരു ഈസി ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കമ്പനി ഫോം ചെയ്തത്. ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ടൽ വന്നത്, ഷെർപ്പ പോർട്ടൽ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ധൈര്യം സമേതം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഷെർപ്പ മുന്നോട്ട് വയ്ക്കുന്നത്. ലോക കേരള സഭയിൽ വന്ന സമയത്ത് പ്രവാസികളുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട എൻക്വയറി എന്ന് പറയുന്നത് ദേ ആർ റെഡി ടു ഇൻവെസ്റ്റ് ഇൻ കേരള, ബട്ട് ദേ ഡോണ്ട് നോ വെയർ ടു ഇൻവെസ്റ്റ്, ഹൗ ടു ഇൻവെസ്റ്റ്, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യം വന്നത്. ഈ പ്ലാറ്റ്ഫോമേ പ്രവാസികളുടെ പ്രശ്നങ്ങൾ റേസ് ചെയ്യാനുള്ളതാണല്ലോ. ഷെർപ്പ എന്നുള്ളത് കേവലം ഒരു പോർട്ടൽ മാത്രമല്ല. ഷെർപ്പ നൽകുന്ന ഫെസിലിറ്റേറ്റർമാരുടെ സഹായത്തോടെ ഈ നിക്ഷേപ സാധ്യതകൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഫീൽഡ് തലത്തിലുള്ള ഓരോ പ്രവർത്തനവും ഓരോ ഘട്ടത്തിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അവരെ കൈപിടിച്ച് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഷെർപ്പ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിലാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടി. ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള പ്രവാസികൾക്ക് രണ്ട് രീതിയിലുള്ള സപ്പോർട്ടാണ്. ഒന്ന് നമ്മളെ പോർട്ടൽ, ഷെർപ്പ പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്ക് മൂന്ന് രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ചിലർക്ക് ഐഡിയ ഉണ്ടാവും, പക്ഷേ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് അറിയില്ല. പക്ഷെ ചിലർക്ക് ചിലപ്പം ഐഡിയ ഇല്ലായിരിക്കും, പക്ഷെ കാശ് മാത്രമായിരിക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെ ചിലരാണെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭത്തിൽ തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ പകുതിയിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടണം. അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകളെയും ഈ ഷെർപ്പയാണ് ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരുടെ സക്സസ്സിലോട്ട് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഷെർപ്പ ഏജൻറ്റ്സ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ ഷെർപ്പ ഏജൻ്റ് ഉണ്ട്. അപ്പം അവിടെ ഈ ഫയൽ വർക്കുകളെല്ലാം എവിടെയെങ്കിലും സ്റ്റക്കായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഷെർപ്പ ഏജൻ്റ് ആയിരിക്കും ഓഫീസിൽ പോയിട്ട് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ചെയ്ത് എല്ലാം ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ബിസിനസ് തുടങ്ങാൻ ഫ്രം ദ ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജിൽ തൊട്ടിട്ട് ലാസ്റ്റ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് വരെ എന്തൊക്കെ പ്രോസസ്സ്, എന്തൊക്കെ ഹേർഡിൽസ് ആണ് ഒരു ഇൻവെസ്റ്റർ ഫേസ് ചെയ്യുക, അതെല്ലാത്തിനെയും സോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഷെർപ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പനിയിൽ ആദ്യമായിട്ട് പ്രവാസികളുടെ ഒരു റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നാട്ടിലെ റോഡ്സ് എല്ലാം നമ്മുടെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന നമ്മുടെ പ്രോബ്ലമാണ് നല്ലൊരു യൂറിനൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് യൂസഫ് അലി സാറിൻ്റെ എല്ലാം നേതൃത്വത്തിൽ അതിന് ഒരു പരിഹാരം എന്നാണ് നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓരോ 1.5 മണിക്കൂറിലും ഒരു റെസ്റ്റ് സ്റ്റോപ്പ് എന്നൊരു പേരിൽ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം, അതെന്ന് പറയുന്നത് സാധാരണ പോലെയല്ല, ഒരു ബേസൈഡ് അമ്യൂണിറ്റി സെൻറ്റർ ഇൻ 5 acres ഓഫ് ലാൻഡ്, അതിവിശാലമായിട്ടുള്ള രീതിയിൽ. അത് ഫ്യൂൽ സ്റ്റേഷനുണ്ട്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്. നമ്മൾ സാധാരണ കാണുന്നൊരു മോളില്ലേ, മോളിൽ ഈ ഫാബ്രിക് ഔട്ട്ലെറ്റ്സിനൊന്നുമല്ല ഇമ്പോർട്ടൻസ്, ഈറ്റ് ഔട്ട്ലെറ്റ്സും ഇൻ്റർനാഷണൽ എയർപോർട്ട്സിലെല്ലാം കാണുന്നത് പോലത്തെ വാഷ് ഏരിയ, അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു അറ്റസ്റ്റേഷൻ സെൻറ്റർ എന്നതിനേക്കാൾ ഉപരി നോർക്കയിൽ ഇത്രയും കണ്ട് പദ്ധതികളുണ്ട്. അത് പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട് എന്ന് തന്നെ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ടാണ് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. മറ്റത് നോർക്ക എന്ന് കേൾക്കുമ്പോൾ ഓക്കെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സെൻറ്റർ എന്ന് മാത്രമേ ഒരു പ്രവാസികൾ കണ്ടിരുന്നുള്ളൂ. അതുപോലെ ഇതെല്ലാം സർക്കാരിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു വ്യത്യാസവും ഇത്രയും കണ്ട ഒരു പോപ്പുലാരിറ്റിയും ഇത്രയും കണ്ട് ജനസേവനവും ചെയ്യാൻ പറ്റിയതെല്ലാം സർക്കാരിൻ്റെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ്.